പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ കാത്തുനിന്ന ജനങ്ങൾക്ക് വെളിച്ചം നിഷേധിച്ച സംഭവത്തിൽ തിരുവനന്തപുരം വെള്ളയമ്പലത്ത് പ്രതിഷേധം. ബി.ജെ.പി. കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കെ.സി.ബി. വെള്ളയമ്പലം സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. രാജ്ഭവന് സമീപത്തെ പ്രധാന വീതിയിൽ തെരുവ് വിളക്ക് കത്തിക്കാത്തത് മനഃപൂർവ്വമാണെന്ന് ബി.ജെ.പി. നേതാക്കൾ ചൂണ്ടിക്കാട്ടി. നഗരത്തിൽ ബോംബ് ഭീഷണി ഉൾപ്പെടെ പലതവണ ഉയർന്നതിനിടയിലാണ് ഗുരുതരമായ ഈ സുരക്ഷാ വീഴ്ച. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഇന്ന് തലസ്ഥാനത്ത് പ്രത്യേകിച്ച് രാജവീഥിയിൽ ഉണ്ടായത്. ഇതിനെതിരെ എത്രത്തോളം പ്രതിഷേധം ഇപ്പോഴും ശക്തമാണ്? കെ പി പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു. ബി.ജെ.പി. നേതാക്കളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇപ്പോഴും ഉള്ളത് ഇവിടെ വെള്ളയമ്പലത്ത് പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ ഇപ്പോഴും തെരുവ് വിളക്കുകളൊന്നും പ്രകാശിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നേരത്തെ പ്രവർത്തകരെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ കാണാനെത്തിയ സാധാരണക്കാരെയും അടച്ചിട്ടിരുന്ന ബാരിക്കേഡുകളും നമുക്ക് കാണാൻ കഴിയും. അവിടെയെല്ലാം ഇപ്പോഴും ഇരുട്ട് വീണ് കിടക്കുകയാണ്. കെ പി സൂചിപ്പിച്ചതുപോലെയാണ് ബോംബ് തട്ടടക്കമുണ്ടായിരുന്ന അതീവ സുരക്ഷാ പ്രാധാന്യമുണ്ടായിരുന്ന ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമെല്ലാം വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം പോലും ഉണ്ടായിരുന്നു. നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ ഷിപ്പുകളുമൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. എന്നിട്ടും തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് അദ്ദേഹം എത്തുന്ന പ്രധാന സ്ഥലത്ത്, അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് രാജ്ഭവന് തൊട്ട് മുന്നിൽ 100 മീറ്റർ മാത്രം മാറി ആളുകൾ തടിച്ചുകൂടി നിന്ന, ആയിരങ്ങൾ തടിച്ചുകൂടി നിന്ന ഭാഗത്ത് ഇരുൾ വീണ് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏറെ നേരം കാത്തിരുന്നിട്ടും തങ്ങളെ പ്രധാനമന്ത്രിക്ക് കാണാൻ പോലും കഴിയില്ലെന്നുള്ള തിരിച്ചറിവ് വന്നതോടുകൂടി ആ ജനങ്ങൾ ആ ബാരിക്കേഡ് മറികടന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി എത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം സഞ്ചരിക്കേണ്ട പാതയിൽ മുഴുവൻ ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് പോലീസ് എത്തി കുറച്ച് വടം വലിച്ചു കെട്ടി, കയർ വലിച്ചു കെട്ടി ഒരു ഗതികെട്ട സുരക്ഷാ കവചം ഒരുക്കുന്ന കാഴ്ച കൂടി നമ്മൾ ഇന്ന് തലസ്ഥാനത്ത് കണ്ടു. ഇനി അറിയേണ്ടത് ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമായത് എന്തൊക്കെയാണെന്നാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രീതിയിൽ പ്രധാനമന്ത്രി രാത്രിയിലാണ് എത്തുന്നത് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ യാത്രാ റൂട്ട് എന്താണെന്നുള്ളതും കൃത്യമായി ഇവിടുത്തെ അധികാരികൾക്ക് മുന്നിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഞ്ചാരമുണ്ടാകുന്ന ആ വഴികളിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് തന്നെ നടത്തുകയും പരിശോധനകൾ നടത്തുകയും ട്രയൽ റണ്ണുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യമായി ഇതൊക്കെ ആരാണ് പരിശോധിക്കുന്നതിൽ വീഴ്ച വരുത്തിയത്, ഏതൊക്കെ വകുപ്പുകൾക്ക് ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ വീഴ്ച വന്നിട്ടുള്ളൂ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരും പ്രോട്ടോകോൾ വിഭാഗവും എല്ലാം ഉത്തരവാദിത്വം അല്ലെങ്കിൽ മറുപടി പറയേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് ബി.ജെ.പി. നേതാക്കൾ ആരോപിക്കുന്നത് പോലെ ഇതാരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ളൊരു ചോദ്യവും ബാക്കിയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീകൃഷ്ണ ജയന്തിക്കും മറ്റുമൊക്കെ തലസ്ഥാനത്ത് ഈ രീതിയിൽ ലൈറ്റുകൾ അണച്ച് അതിൻ്റെ ശോഭ കെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ട്. സമാനമായ രീതിയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ശോഭ കെടുത്താനാണോ ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടായത് എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് വലിയ പ്രതിഷേധമുയർന്നെങ്കിലും ബി.ജെ.പി. നേതാക്കൾ ഇടപെട്ടതോടുകൂടി ജനങ്ങൾ ശാന്തരായി. അവർ റോഡിനൊരു വശത്ത് പ്രധാനമന്ത്രിയെ കാത്തുനിന്നു. പ്രധാനമന്ത്രി എത്തുമ്പോൾ മുദ്രാവാക്യം വിളികളോട് അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം പോയതിനു ശേഷം ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി. ബി.ജെ.പി. നേതാക്കളായ പ്രഫുൽകൃഷ്ണ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഇവിടെ വെള്ളയമ്പലത്തെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറുടെ ഓഫീസിലേക്ക്, ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ബി.ജെ.പി. മാർച്ച് നടത്തി. ആർക്കാണ് വീഴ്ച വന്നത് അത് പരിശോധിക്കുമെന്നും നടപടിയെടുക്കുമെന്നുള്ള ഉറപ്പ് ലഭിച്ചതോടുകൂടി പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങുകയാണ് ഉണ്ടായത്. എന്തായാലും ഉണ്ടായത് വലിയ സുരക്ഷാ വീഴ്ചയാണ്. ആ സുരക്ഷാ വീഴ്ചയ്ക്ക് എന്തായാലും പോലീസും മറ്റധികാരികളും മറ്റു വകുപ്പുകളും ഒക്കെ മറുപടി പറഞ്ഞേ തീരൂ. കെ പി. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.